ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ വർക്കൗട്ട് ആവുകയാണോ? ഇതൊക്കെ പഴയ കാലത്തെ പരിപാടിയല്ലേ? ഇതൊക്കെ കണ്ട ആൾക്കാർ വരും. അതെന്താ അങ്ങനെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പരിപാടി ചെയ്താലും പോസ്റ്റർ അത് ഒട്ടിക്കണം, അത് നിർബന്ധ. മാത്രമല്ല ഇത് കണ്ടൊരു രണ്ടുപേരും കൂടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഇതുകൊണ്ട് രണ്ടുപേരോട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് ഗുണമല്ലേ? ഗുണമാണ്. പിന്നെന്തിന് അളിയാ, നെക്സ്റ്റ് പ്ലേസ്. ഓക്കെ അളിയടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ നമ്മള് കൊടുക്കുന്ന മുറി ചെറുതല്ലേടാ, അത് വർക്കൗട്ട് ആവൂ? എന്തൊരു ചെറിയ മുറി നമ്മൾ അന്തസ്സായിട്ട് പറഞ്ഞിട്ടില്ലേ, സിംഗിൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം അല്ലേ വലിയ സംഭവം? എന്ത് അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം അല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം തന്നെ. അല്ലയോ, ശരിക്കും പറഞ്ഞാ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മളൊരു വണ്ടി വിളിച്ച് സ്പീക്കറും വെച്ച് കേട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതാണ്. പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. ആ രീതി നമുക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. അടുത്തന്നെ വിളിക്കല്ലേ? അടുത്തന്നെ വിളിക്കാം. അടുത്തന്നെ വിളിക്കാം. ഓക്കെ, നോക്കുമ്പോ അവിടുന്ന് വരുന്നവർക്കും കാണാം, ഇവിടുന്ന് വരുന്നവർക്കും കാണാം. ഓക്കെ അല്ലേ? എന്തോ പോസ്റ്റർ ഒട്ടിക്കണേ. പോസ്റ്ററാ? എന്തിന്റെ? നീ എവിടെ പോണത്? കല്യാണത്തിന് പോണു. കല്യാണത്തിനാ? ഏത് കല്യാണം? പാലാരട്ടത് ഒരു കൂട്ടുകാരനെ. സദ്യയാണോ? അല്ല, ഓനാ. ഞാനിവിടെ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഒരു കമ്പനിക്കാരൻ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ നാളെ കല്യാണം ഉണ്ടെന്ന്. അവനെ വിളിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരുങ്ങി കെട്ടി പോവാണ്. കൊണ്ടാടാ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവാനായിട്ട്? നമ്മളവിടൊക്കെ അങ്ങനെയാ. ഇത്ര ആൾക്കാർ വരണം, ആരെയും എന്നെ തിരിച്ചറിയാവോ? ഇത് എന്തിന്റെ പോസ്റ്റാ? ഞങ്ങള് ഒരു ഹോം പറയാൻ പറ്റൂ, നമ്മളൊരു ഹോം സ്റ്റേ തുടങ്ങി. നോക്ക്, കൊള്ളാല, സൂപ്പറല്ലേ? ഇതെന്നാ തുടങ്ങണേ? അത് നമ്മള് തുടങ്ങി കഴിഞ്ഞു. ആണാ? പിന്നെ എപ്പോ വന്നാലും റൂം ഉണ്ട് സ്റ്റേ. ഞാൻ മനസ്സിലായോ? നീ എന്തേ? അല്ല, ഫോറിനേഴ്സ് ഒക്കെ വരില്ല. ഇനി ചുമ്മാ വെറുതെ ആളെ പിടിച്ച കമ്മീഷൻ 1.5% കമ്മീഷൻ കിട്ടോ? 1.5% കമ്മീഷൻ. നീ നോട്ടീസ് ഇടും, ഞാൻ കൊടുക്കണേ, കല്യാണ വീട്ടിൽ കൊടുക്കാന്ന്. എന്നാ പിടി, മൊത്തം കൊണ്ടുപോലെ 5 രൂപ അന്ന് കൊണ്ടോ? ശരി, ഓക്കെ. കല്യാണ വീട്ടിൽ കൊടുത്തേക്കണേ. കൊടുക്കാം. ആള് വന്നാ നിനക്ക് കമ്മീഷൻ ഉണ്ട്. കാരണം ഉറപ്പായിട്ടും തരും. ഈ സമയത്ത് അമ്മായി, അമ്മായിയെ, ഞാൻ വിളിക്കണോന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മളെ ഈ പോസ്റ്റർ ഇട്ടിപ്പം തിരക്കൊക്കെ ആയിട്ടെ അങ്ങനെ അങ്ങ് മുങ്ങിപ്പോയി. അതാ പിന്നെ അമ്മായി, നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2 മാസത്തിന് അങ്ങനെ പോട്ട്, പിന്നെ നമുക്ക് പിടിക്കാം. പിന്നെ അമ്മായിക്ക് ഷെയറിലായിരിക്കും? ഷെയറുണ്ട്, അതൊരു 30%. അമ്മായിയെ കിട്ടുന്നതിന് 30% എന്ന് പറഞ്ഞാൽ തീർന്നു, പിന്നെ ബാക്കിയില്ല. 70% അവർക്ക് ഇവർക്കെല്ലാം കൂടെ പിരിച്ചു വരുമ്പോൾ ശരിയാവുമല്ലോ അത്. അല്ല അമ്മായി, സത്യം പറഞ്ഞ അമ്മായിക്ക് ഷെയർ ചെയ്യേണ്ട കേസില്ല. കാരണം ഈ വീട് അമ്മായിയുടെ ഒരു പേരുള്ളതല്ലല്ലോ. അല്ലല്ലോ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്യാം. എത്ര നേരായി വെച്ച് നോക്കി നടക്കണേ, മടുത്തു നോക്കി. നമുക്ക് നോക്കാന്നേ, ബാ. ചേട്ടാ, എന്തിനാ ഇന്നെ നടക്കണേ? ഞങ്ങളെ ഒരു റൂം അന്വേഷിച്ച് നടക്കുക. റൂമാ? പാലച്ചോട് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. ആണോ ചേച്ചി? നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് സെറ്റായി. എന്റെ അമ്മൂമ്മക്ക് അത്ഭുതമില്ലേ? ഇത്ര പെട്ടെന്ന് സെറ്റായോ? അത് വല്ലാത്ത അത്ഭുതമായി പോയി. അമ്മൂമ്മ, ഞാൻ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അപ്പുറത്തെ സൈഡില്. അവിടെ അങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ ജോയി മോനെ കണ്ട്. അവൻ ഏതോ കല്യാണത്തിനെ കണ്ട പോണെന്ന്. ഞാൻ കുറച്ച് പോസ്റ്റർ അവൻ്റെ കയ്യിലും കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോയി കല്യാണ വീട്ടിലേക്ക് കൊടുത്തിട്ട് എല്ലായിടത്തും ഞാൻ പരസ്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ 2 പേര് അവിടെ നിന്ന് തത്തി കളിക്കണ്.
ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ചേട്ടാ എന്താണ് സംഭവം, എന്താണ് ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഇന്നലെ റൂമിൻ്റെ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെന്ന്. അവർ ഏതോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ഇന്ന് തീരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ന് തീർന്നില്ല ആ പരിപാടി, നാളെയും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഇന്ന് താങ്ങാൻ ഒരു റൂം വേണ്ടേ? വേണം. അവരങ്ങനെ 2-3 സ്ഥലത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഒക്കെ ഫില്ല്. പിന്നെ വേറൊരു സ്ഥലത്ത് കയറിയപ്പോൾ ഭയങ്കര വിലയെന്ന് റൂം റെൻ്റ്. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടാ നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം ഹോം സ്റ്റേ ഉണ്ട്, നമ്മൾ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് തരാമെന്ന് പറഞ്ഞ് കുറച്ചാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ചേച്ചി ഫസ്റ്റ് ഗസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് കുറച്ചിട്ടുള്ളൂ. അവരെന്തൊക്കെയോ അത്യാവശ്യം സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. 1.5-3 മണിക്കൂറിനുള്ളിൽ അവരെങ്ങെത്തും. അതിനും എല്ലാം സെറ്റായിരിക്കണം. ഇവിടെ സെറ്റ് ആവാനെന്തോളൂ, ഇവിടെ എല്ലാം സെറ്റ് അല്ലേ? ഇവിടെ എല്ലാം സെറ്റാ. സെറ്റാണ്. അവര് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആയതുകൊണ്ട് നല്ല കിട്ടില്ല സ്വീകരണം കൊടുക്കണം. അത്രല്ലേ? കേശടാ ഓ എന്തോ ഇത് കല്ല് കൊള്ളാല്ല. ആന്റി ഒന്ന് തിരിയാവോ? എന്തോന്നത് പൂണ്ടി വല്ലതും മറിഞ്ഞ? അതാ കണയന്റെ ഡയറക്റ്റ് മധുരയ്ക്ക് പോണോ? എന്നടോ ഇത് ഗസ്റ്റ് എല്ലാം വരാങ്കല്ല, ரொம்ப അഴകാ இருக்கணும்ல. ഗസ്റ്റ് ആണ് പറഞ്ഞത്, പെണ്ണ് കാണാനില്ല. ഗസ്റ്റ് വരട്ടെ, അഴകായിരിക്കട്ടെ. അമ്മൂമ്മ എടാ നമ്മള് പുതിയ സംരംഭമൊക്കെ തുടങ്ങുമല്ലയോ, ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ ഞാനും കൂടി ഇരുന്നോട്ടടാ. എന്നാ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നു, ഇത് എന്തോന്നത്? നിങ്ങള് പിന്നെ കല്യാണം കഴിക്കാൻ പോണാ? നമ്മളെ വിളിച്ചില്ല കെട്ടിന്. ചേച്ചി എന്താണത്, കേളപ്പിറവിയാ? എന്താടാ ചിങ്ങ ഒന്നാ കത്തി നിക്കണം നീ? അത് പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ഞാനല്ലേ, അപ്പൊ പിന്നെ ഞാൻ കത്തി നിക്കണ്ടേ? അവര് കത്തിക്കാതെ നോക്കിക്കോ. അളിയാ ഓ നീ അത് വിട്, നമ്മള് ഫിക്സ് ചെയ്ത റേറ്റിനേക്കാളേ കുറവിനാണ് നീ ഇപ്പോഴത്തെ ഗസ്റ്റിനെ കൊണ്ടുവരണേ, അത് നീ ഓർത്തോണം. അറിയാ ഫസ്റ്റ് ഗസ്റ്റ് അല്ലേ, പോട്ടെ ക്ഷമിച്ചു വിട്, നമുക്ക് അടുത്തന്നെ പിടിക്കാം. പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരണം ഞാനാണ്, അപ്പൊ എനിക്കുള്ള കമ്മീഷൻ ഇങ്ങ് വന്നേക്കണം. കമ്മീഷന്റെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. ഗസ്റ്റ് എവിടെ എത്തി? ഗസ്റ്റ് എന്തോ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവരിങ്ങ് വരാന്നും പറഞ്ഞായിരുന്നു. 100 ആഴ്ച തന്നെ കേട്ടോ, അതാ വിളിക്കണേ. ഹലോ ചേട്ടോ, എന്തായി? ആഹാ ഇവിടെ എത്തിയാ? ആ പച്ചക്കറി അത് തന്നെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൊണ്ടുപോവാ. ഓ ബാബ കയറി 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 കയറി, ഞങ്ങളതാ ഇവിടെ നിൽപ്പുണ്ട്. ഹാ ഓക്കെ ഏട്ടാ ബാബാ. അവരത് അങ്ങ് എത്തിയേട്ടാ. അതെ ആദ്യം എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ, ഈ പരിപാടി പൊളിയായിരിക്കും. ഐ മീൻ വൻ വിജയമാവാൻ. ശരിയാ. കനകാന്റിയേ സാധനം എടുത്തോ, അവരിങ്ങെത്തി. எல்லாமே செட்டுடா, எப்பவே எடுக்கிறேன். ഓക്കേ